നിരന്തരമായി വണ്ടി കൊണ്ടിരിക്കുന്നവരുടെ പേരിൽ നടപടി വരും. പിന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ഞാൻ തടയാൻ വേണ്ടി ബ്രത്ത് അനലൈസർ കൊടുക്കും. അത് അട്ടിമറിക്കാൻ വേണ്ടി പല ഹോമിയോ ഗുളിക, അരിഷ്ടം, ഇങ്ങനെ പല വേലയും നോക്കി. അതൊന്നും നടക്കത്തില്ല. ആ അരിഷ്ടമൊന്നും ഇനി എടുക്കത്തില്ല. അത്തരം ഹോമിയോ മരുന്ന് കഴിക്കണ്ട. ഇവിടെ എല്ലായിടത്തും സർക്കാർ സൗജന്യമായി PHC നടത്തുന്നുണ്ട്. അവിടെ പോയി വല്ല പാരാസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ചാൽ മതി. അരിഷ്ടം കുടിച്ച് പനി മാറ്റുന്നതൊക്കെ പ്രാകൃതമായ കാര്യങ്ങൾ. അത് പിന്നെ അതൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ ചെയ്തോ. പക്ഷേ അരിഷ്ടം അടിച്ച് മണക്കെന്ന് പറഞ്ഞ് വരരുത്. മണത്ത പിടിക്കും. പിടിച്ചാൽ ബദലിയാണെങ്കിൽ പിന്നെ ജന്മത്ത് തിരിച്ചു കയറില്ല. മറ്റേതാണെങ്കിൽ സ്ഥിരമാണെങ്കിൽ 3 മാസം സസ്പെൻഷനാണ്. പക്ഷെ തിരിച്ചു കയറുന്ന വിഴിഞ്ഞത്തായിരിക്കത്തില്ല, കയറുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെ കയറില്ല. ഈ കാര്യത്തിൽ എങ്ങനെ ഒരു കർശന എടുത്തുകൊണ്ട് എന്താ ഗുണം നമ്മൾ മനസ്സിലാക്കാം. നിലവിലുണ്ടായിരുന്ന അപകടങ്ങളെക്കാൾ 36% അപകടങ്ങളും മരണവും KSRTC വണ്ടി ഇടിച്ചുള്ള മരണവും കുറഞ്ഞിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രസംഗം കണ്ട് വണ്ടി ഓടിക്കുന്ന KSRTC ഡ്രൈവർ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇവർക്കെതിരെ നടപടിയൊന്നുമില്ലേ സാറേ? അതോ ഇതിന് കുഴപ്പമൊന്നുമില്ലയോ? അതോ ഇങ്ങനെ പോയാൽ വണ്ടിയൊന്നും ഇടിക്കത്തില്ലെന്നാണോ?